ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ എൻ്റെ ക്യാപ്ഷനും പിന്നെ എൻ്റെ അക്കൗണ്ടും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളത് എന്താ ഈ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ, അതായത് യൂട്യൂബിൽ ഡെയിലി വീഡിയോ ഇടുന്ന ആളുകൾക്ക് കണ്ടിരിക്കേണ്ട വീഡിയോ, അതാണ് എൻ്റെ ക്യാപ്ഷൻ. പക്ഷേ ഇവളെ അക്കൗണ്ട് നോക്കുമ്പോൾ ഇവളെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആയിട്ടില്ല. ആകെയുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ 689 സബ്സ്ക്രൈബേഴ്സാണ്, അതും ഈ ഒരു 1.5 വർഷത്തിനുള്ളിൽ. അങ്ങനെയുള്ള ഒരാൾ എന്താണ് ഇവിടെ വന്ന് പറയുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അക്കൗണ്ട് മോണിറ്റൈസേഷൻ എങ്ങനെ ആവാം എന്നുള്ളതിനെ പറ്റിയിട്ട് അതിൻ്റെ ടെക്നിക്കൽപരമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല കേട്ടോ. അതായത് എന്നെപ്പോലെ യൂട്യൂബിൻ്റെ ABCD അറിയാത്ത ഒരാൾക്ക് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങാം, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെയുള്ളവർ മാത്രം കാണുക. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തുടങ്ങാൻ കണ്ടൻറ് ഇല്ല, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 689 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്, അതൊന്നുമല്ല. പക്ഷേ ഞാൻ ആ ഒരു 689 സബ്സ്ക്രൈബേഴ്സ് ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്നാമതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു, അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. പക്ഷേ നമുക്ക് നോക്കാം ആദ്യം തന്നെ. അതായത് നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ ചെയ്യണമെന്നും എങ്ങനത്തെ വീഡിയോസാണ് ഇടേണ്ടതെന്നൊക്കെയാണ് ഞാൻ ഈ ഒരു ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് വന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാനും നന്നായിട്ട് ഇനി മുന്നോട്ട് പരിശ്രമിക്കുന്നുണ്ട്. എൻ്റെ അക്കൗണ്ട് എന്തെങ്കിലും മോണിറ്റൈസേഷൻ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സീറോയിൽ നിന്നിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ കാര്യങ്ങൾ. അതായത് നമുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കണ്ടൻ്റ് ഒന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം വിചാരിക്കും നമ്മൾ എന്ത് കണ്ടൻ്റാണ് നമ്മൾ യൂട്യൂബിൽ ഇടേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനും അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്ത് കണ്ടൻ്റാണ് ഇടുക എന്നുള്ളത്. അതാണ് നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റും കണ്ടൻറ്റുകളാണ്, അപ്പം നമ്മളതിനെ കാണുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പം ഇപ്പോൾ വ്യൂവേഴ്സ് കിട്ടണമെന്നൊന്നുമില്ല, പക്ഷേ നമുക്കിതൊരു പാഷൻ ആണെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ കണ്ടൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും നിങ്ങളിപ്പം ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളിപ്പോൾ ഒരു ഹൗസ് വൈഫ് ആണെന്ന് വിചാരിക്കുക. അതിൽ തന്നെ എത്ര കണ്ടൻറ്റുകളുണ്ട്, എന്തൊക്കെ കണ്ടൻറ്റുകളുണ്ട്. രാവിലെ തൊട്ട് ഏർലി മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ നമ്മൾ ഒരു വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുക്ക് ചെയ്യുന്നുണ്ട്, ക്ലീനിങ്, അങ്ങനെ ഒരുപാട് കുട്ടികളെ മാനേജ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഓർഗനൈസിങ്. അപ്പം എല്ലാവരും ഇതെല്ലാം അറിയുന്നവരായിരിക്കണം എന്നില്ല. ഇപ്പോൾ കുക്കിംഗ് പഠിച്ചു വരുന്നവരുണ്ട്, ഓർഗനൈസിങ് പഠിച്ചു വരുന്നവരുണ്ട്. നമുക്ക് പല ആളുകളും മറ്റുള്ളവരത് കണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുക്കിങ് അങ്ങനെ അതിൽ ഇതൊക്കെ ഇപ്പോൾ ഒരു കണ്ടൻ്റ് ആണോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ ഒരു കണ്ടൻ്റാണ്. കാരണം ഇപ്പോൾ ഭയങ്കര എല്ലാം ചെയ്യാൻ ഭയങ്കര ഒരു ലേസി ആയിട്ടുള്ള ഒരാൾ ഇപ്പോൾ ഒരു വീഡിയോ ഇടുകയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അപ്പം നമുക്കൊരു ഇൻസ്പിറേഷൻ വരും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നമുക്കിപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് ശരിയാവുന്നില്ല എത്ര ചെയ്തിട്ടും. അപ്പം നമുക്കിപ്പോൾ നമ്മൾ വീഡിയോ ഇടുകയാണ്, നമ്മൾ ഇങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വേറൊരാൾക്ക് ഉപകാരമാവും. അതുപോലെ തന്നെ കുക്കിങ്ങിൻ്റെ ഓരോ ടിപ്സ് കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഉപകാരമാവും. അതുപോലെ ഇപ്പോൾ ചെറിയ ബേബീസ്, ഇപ്പം ഞാൻ മോൻ 1 വയസ്സായതിന് ശേഷമാണ് ഞാൻ പഠിക്കാനും ജോലിക്കൊക്കെ പോയത്. അതുവരെ ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് വല്ലാണ്ട് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കാണും, ബേബീസിനെ വെച്ച് അമ്മമാർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കുട്ടിയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഫുഡുകൾ, ആ കുട്ടീനെ കെയർ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് എന്തും ചെയ്യാം. കണ്ടൻ്റ് ആണെങ്കിൽ നമ്മുടെ ചുറ്റും ഒരുപാട് കണ്ടൻ്റ് ഉണ്ട്. ഇനി വേറെ ഒരു സൗകര്യം ഇല്ലാത്തവർക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിയും വീട്ടിലെ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ചെയ്യാം. ഇനിയിപ്പോൾ അതൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം, അങ്ങനെ അത് വീഡിയോ ചെയ്യാം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫോണിൻ്റെ ക്ലാരിറ്റിയാണ്. ഫോണിൻ്റെ ക്ലാരിറ്റി ഈ ഐഫോണൊന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എൻ്റെ ഫോൺ തന്നെ വിവോൻ്റെ ഒരു സാധാരണ ഫോണാണ്. അപ്പോൾ നമ്മളെ ഫോണിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ക്ലാരിറ്റി വെച്ച് തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഫോൺ നമുക്ക് പിന്നെയും വാങ്ങാം. നമ്മുടെ പാഷനാണ് നമുക്കിപ്പോൾ പ്രധാനം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല, ചെയ്യാൻ അറിയില്ല. അതിപ്പോൾ വീഡിയോ എടുക്കാൻ അറിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും മാറി നിൽക്കരുത്. ഇപ്പം ഞാനും ഇപ്പോഴും എല്ലാ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല, വീഡിയോ എടുക്കുന്ന രീതിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് അറിയുന്ന പോലെയൊക്കെ നമ്മൾ എടുക്കുക. പിന്നീട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇടാനും ഒക്കെ പഠിക്കും കേട്ടോ.
പിന്നെ യൂട്യൂബിൻ്റെ കൂടുതൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. പിന്നെ നമ്മൾ ഷോർട്സിനെക്കാട്ടി കൂടുതൽ എല്ലാവരും ജസ്റ്റ് അക്കൗണ്ട് തുടങ്ങും എന്നിട്ട് ഷോർട്സ് ഇടും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഷോർട്സിനേക്കാൾ കൂടുതൽ നമ്മൾ ലോങ് വീഡിയോ മാക്സിമം ഇടാൻ ശ്രമിക്കുക. ഒരു ദിവസം 2 ഷോർട്സൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ ഇടുക. പക്ഷേ അതിൽ നമ്മൾ അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ ദിവസവും ലോങ് വീഡിയോ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഡെയിലി നമ്മൾ ലോങ് വീഡിയോ ഇടാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഡെയിലി. അപ്പം ഞാൻ വിചാരിക്കാത്തപ്പോൾ ഇടയ്ക്ക് എനിക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് ഡെയിലി. അപ്പം ഒരു നമ്മൾ ഇതാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തംബ്നെയിലാണ്. അപ്പോൾ തംബ്നെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള, ചിലപ്പം ഈ പറഞ്ഞ പോലെ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് അടിപൊളി തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്തിട്ട് വ്യൂസും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടലില്ല. പക്ഷെ ചിലപ്പോൾ കിട്ടാറുമുണ്ട്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഞാനിപ്പം 1.5 വർഷമായി ചാനൽ തുടങ്ങിയിട്ട്. പക്ഷെ ഞാനിപ്പോൾ ആദ്യത്തെ ഒരു 6 മാസം ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ലോങ് വീഡിയോ അങ്ങനെ ഇടാറില്ലായിരുന്നു, ഷോർട്സ് മാത്രമായിരുന്നു. അതാണ് എനിക്ക് പറ്റിപ്പോയത്. പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് എനിക്കതൊക്കെ മതിയായി. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഒന്നും കൂടെ തുടങ്ങിയത്. അപ്പോൾ എനിക്കിപ്പോൾ വീഡിയോ ഇടുമ്പം നമ്മൾ കൺസിസ്റ്റൻസിയാണ് പ്രധാനം. ഇപ്പോൾ ഇട്ടിട്ട് റെഡിയായി വരുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ലോങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ചില വീഡിയോസിന് വ്യൂസൊക്കെ കയറാറുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ലോങ് വീഡിയോ ഇടാൻ ശ്രമിക്കുക, എന്നും ലോങ് വീഡിയോ ഇടുക. അപ്പോൾ തംബ്നെയിൽ ChatGPT-നോട് പറഞ്ഞാൽ മതി കേട്ടോ. ChatGPT നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്താൽ നമ്മൾ പറയും പോലെ നല്ല അടിപൊളിയായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ChatGPT തംബ്നെയിൽ റെഡിയാക്കി തരുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ടൻറ്റിന് ദാരിദ്ര്യം ഉണ്ടോ, എന്ത് കാര്യം, ഇപ്പം എന്ത് സംശയമാണെങ്കിലും ChatGPT-നോട് ചോദിച്ചാൽ മതി. ChatGPT കറക്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഡെയിലി ഒരു സമയം നോക്കുക, നമുക്ക് ഏത് ടൈമിലാണ് വരുന്നതെന്നുള്ളത്. പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നമ്മൾ ബാക്കി എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതിനെപ്പറ്റിയൊന്നും ഞാൻ അങ്ങ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല. പിന്നെ നമ്മൾ ഹാഷ്ടാഗ്സ് ഒക്കെ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് ഹാഷ്ടാഗ്സ് കൊടുക്കുക, അതുപോലെ ടാഗ്സ് കൊടുക്കുക, അതൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് മ്യൂസിക് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യമുണ്ട്. നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ക്രിഞ്ചായിരിക്കും നമുക്ക് വീഡിയോ ഇടാൻ. മറ്റുള്ളവരെന്ത് പറയും നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മുടെ പാഷനാണ്. അപ്പം നമ്മൾ അതൊന്നും മൈൻഡാക്കാണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങുക. അതാണ് ഫസ്റ്റ്. നമ്മൾ ഇതിലേക്ക് മുന്നോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഉണ്ടല്ലോ, ഫേസ്ബുക്കിൽ ഇപ്പം മോണിറ്റൈസേഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ആ ഒരു ഷോർട്സ് ആയിട്ട് ഡെയിലി ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. പിന്നെ ഇനി ഒരു ക്രൈറ്റീരിയയും കൂടെ ഇതാവാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഈ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ്റെ അറിയുന്നത്. ഞാൻ പണ്ട് ഷോർട്സ് ഇടുമെങ്കിൽ അതൊന്നും ഞാൻ ഇൻസ്റ്റയിൽ കൊണ്ടിടലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയൊക്കെ വളരെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് റീച്ച് കിട്ടും. വെറൈറ്റി കണ്ടൻറ്റ്സ് ഇട്ടാൽ യൂട്യൂബ് പോലെയല്ല വേഗം. അതായത് യൂട്യൂബിൽ ലോങ് വീഡിയോയും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഷോർട്സും അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാണ്, ഞാനും മോണിറ്റൈസേഷനൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ മോണിറ്റൈസേഷൻ ആവാത്തവരും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് വീഡിയോ ഇട്ടിട്ട് സക്സസ് ആവട്ടെ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, നമ്മുടെ കണ്ണിൽ കാണുന്നവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അത് ഏതൊരു ചെറിയ യൂട്യൂബറെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ചിലപ്പോൾ അവർ നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യൂല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചില ആളുകൾ നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം നമുക്ക് ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.